ഓം ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത. ഞാൻ പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്. ജോലി സംബന്ധമായും സാമൂഹ്യപരമായും ആരോഗ്യപരമായും മാനസികപരമായും സാമ്പത്തികപരമായും സാമുദായികപരമായും മതപരമായും ദേശീയപരമായും എല്ലാം. ഈ വിഷയങ്ങളിലെല്ലാം എനിക്ക് എൻ്റെതായ നിലപാടുണ്ടായിരിക്കും. എന്നാൽ ഈ പറഞ്ഞ എല്ലാറ്റിനെയും പറ്റി വലിയ വലിയ നിലപാടുള്ള എന്നെപ്പറ്റി എനിക്ക് എന്തറിയാം? ഒന്നും അറിയില്ല എന്നതാണ് സത്യം. പക്ഷേ എല്ലാം അറിയാം എന്ന് നടിക്കും. ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ നാട്യം? ഒരിക്കലും എനിക്ക് എന്നെ പറ്റിക്കുവാനാവില്ല. കാരണം പറ്റിക്കുന്നവനും പറ്റിക്കപ്പെടുന്നവനും ഞാൻ തന്നെ അല്ലേ? എന്നെ നിരീക്ഷിക്കാൻ ഒരു നിരീക്ഷകൻ എന്നിലില്ല. ആ ജോലിയെല്ലാം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് എല്ലാറ്റിനോടും ഉള്ള നിലപാട് വിളമ്പുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്നെ അറിയാതെ എങ്ങനെ എനിക്ക് നിലപാടുകൾ സൃഷ്ടിക്കുവാൻ ആകും? ഇനി സൃഷ്ടിക്കുന്നുവെങ്കിൽ എന്നിൽ ആരാണ് ആ നിലപാടുകൾ സൃഷ്ടിക്കുന്നത്? കുറഞ്ഞ പക്ഷം ആ നിലപാട് സൃഷ്ടിക്കുന്നവൻ ആര് എന്നെങ്കിലും നാം അറിയേണ്ടയോ? നാം ഒന്നും അറിയുന്നില്ല എന്നതല്ലേ സത്യം? എന്നാൽ അത് നാം സമ്മതിക്കുന്നുണ്ടോ? ഞാൻ സമ്മതിക്കണം എന്നിൽ നിരീക്ഷകൻ ഇല്ലെന്ന്. നിരീക്ഷകനില്ലാത്ത ഞാനാണ് ഈ ഞാൻ. അപ്പോൾ നിരീക്ഷകന്റെ നിരീക്ഷണം ഇല്ലാത്ത ഞാൻ ആണ് ഈ ഞാൻ. എന്നെ അറിയാത്ത ഞാനാണ് ഈ ഞാൻ. എന്നെ അറിയാനുള്ള ചുമതല എനിക്കാണ്, അല്ലാതെ ദൈവത്തിനല്ല. പലപ്പോഴും നാം പറയാറില്ലേ, ഞാനാരാണെന്ന് ദൈവത്തിനറിയാം എന്ന്. അവനെ അവനല്ലേ അറിയേണ്ടത്, അല്ലാതെ ദൈവം അവനെ അറിഞ്ഞിട്ട് അവന് എന്ത് പ്രയോജനം? ദൈവം ആര് എന്ന ചോദ്യം ഇവിടെ ഇപ്പോൾ ചർച്ച വേണ്ട. വിഷയം മനസ്സിലാക്കുവാൻ തൽക്കാലം നമുക്ക് ദൈവശബ്ദം ഉപയോഗിക്കാം. അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം നാം സൃഷ്ടിച്ച ദൈവത്തെ കൊണ്ട് ഉണ്ടാവട്ടെ. രാവണൻ ആരാണെന്ന് രാമനറിയാം. പക്ഷേ ആ അറിവ് കൊണ്ട് രാവണന് എന്ത് ഗുണം ലഭിച്ചു? രാവണന് രാവണനാരാണ് എന്നറിയുമ്പോൾ മാത്രമേ രാവണന് ഗുണമുണ്ടാകൂ. ഭഗവത്ഗീത ശ്രദ്ധിക്കൂ. കൃഷ്ണന് അർജുനൻ ആരാണെന്ന് അറിഞ്ഞിട്ടും അർജുനന്റെ വിഷാദം മാറിയോ? ഇല്ലല്ലോ. ഭഗവാൻ അർജുനന് സ്വയം അറിയുവാനുള്ള ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വയം ഞാൻ ആര് എന്ന് അറിഞ്ഞപ്പോഴല്ലേ അർജുനന് ഗുണം ഉണ്ടായുള്ളൂ. അതിനാൽ നിരീക്ഷകൻ ഉണരണം, സ്വയം അറിയണം. എങ്കിലേ എനിക്ക് ഞാൻ ഗുണപ്പെടൂ. എനിക്ക് ഞാൻ ഗുണപ്പെടാതിരിക്കുമ്പോൾ എന്നെ ആശ്രയിച്ചിരിക്കുന്ന കുടുംബത്തിന് എന്ത് ഗുണമാണ് ലഭിക്കുക? ആർക്കും ആരും ഗുണപ്പെടുന്നില്ല. വീട് വൃത്തിയാക്കിയും ഭക്ഷണം പാകം ചെയ്തും വഴക്കിട്ടും ജീവിതം ജീവിച്ചു തീർക്കുന്നു. ഉണരാത്തവന് എങ്ങനെ മറ്റുള്ളവരെ ഉണർത്തുവാനാകും? തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ചിന്തകൾ വെറും ചിന്തയല്ല, വിവേകബുദ്ധിയോടെ ചിന്തിക്കുന്നവനാകണം മനുഷ്യൻ എന്നല്ലേ പറയാറ്? എന്നാൽ നാം ചിന്തിക്കുന്നുണ്ടോ? കാടു കയറി ചിന്തിക്കുന്നത് ചിന്തയല്ല. ഒരേ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നതും ചിന്തയല്ല.
അത് ഒരു തരം ആവർത്തനമാണ്. ആവർത്തനത്തിനപ്പുറം ചിന്തിക്കുന്നവനാണ് ആവർത്തനത്തെ മറികടക്കുന്നവൻ. അതാണ് അവനിലെ വിവേകബുദ്ധിയുടെ പ്രവർത്തനം. ഇനി ആവർത്തന ചിന്തകൾ ഉണ്ടായാലും ആവർത്തനത്തിനപ്പുറം കടന്ന് ചിന്തിക്കുന്നവൻ ആയാലും ഈ രണ്ടു സാഹചര്യത്തിലും നിരീക്ഷകന് നിരീക്ഷണം നടത്തുവാൻ സാധിക്കണം. നാം എല്ലാം കേട്ടിട്ടുള്ള വാക്കാണ് നിരീക്ഷണ പാടവം എന്നത്. എന്നാൽ ആ വാക്കും അതിൻ്റെ അർത്ഥവും നാം ഉപയോഗിക്കുന്നത് ഏത് തരത്തിലാണ്? ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടുവരുന്ന അർത്ഥത്തിൽ ഒരിക്കലും ഒരു ധ്യാന സാധകൻ നിരീക്ഷണത്തെ ഉപയോഗിക്കരുത്. നിരീക്ഷണം ഒരു കലയാണ്. ശരിയായ നിരീക്ഷണം ഒരുവനിൽ സംഭവിച്ചാൽ ഒരേ സമയം ജ്ഞാനമുണരും, സ്വതന്ത്രനാകും, പ്രണയത്തെ അറിഞ്ഞു തുടങ്ങും. അനന്തമായ ഈ സാധ്യതകൾ ലഭിക്കുന്നത് കേവലം നിരീക്ഷകൻ ഉണരുമ്പോൾ മാത്രമാണ്. നിരീക്ഷകൻ ഉണരുന്നില്ലെങ്കിൽ സമൂഹം നെയ്തു വച്ചിരിക്കുന്ന കഥകളും സങ്കല്പങ്ങളിലും പെട്ട് സ്വയം ഞാൻ ആര് എന്നറിയാതെ ജീവിതം യാതനാപൂർണമായി മാറും. സത്തയിലൂടെ പ്രവർത്തിക്കുന്ന നിരീക്ഷകനെ നമ്മളിലുള്ളൂ. അല്ലാതെ മനസ്സിലൂടെ പ്രവർത്തിക്കുന്ന നിരീക്ഷകനേ അല്ല. സത്യം ബോധ്യപ്പെട്ടു തുടങ്ങുമ്പോൾ മനസ്സിലാകും, എന്നെ രക്ഷിക്കുവാൻ പുറത്തുനിന്ന് ആരോ വരും എന്നും അതിനായി ഞാൻ കാത്തിരിക്കണം എന്നും. പുറത്തുനിന്ന് എന്നെ രക്ഷിക്കുവാൻ വരുന്ന ആളിനെ നിരന്തരം സ്തുതിച്ചാൽ, വിശ്വസിച്ചാൽ ഞാൻ രക്ഷ പ്രാപിക്കും എന്നുമുള്ളതെല്ലാം എൻ്റെ മിഥ്യാധാരണകൾ ആയിരുന്നു എന്നത്. ആത്മബോധം പ്രകാശിക്കുമ്പോൾ എല്ലാം അസ്തമിച്ചിരിക്കും. അവയ്ക്കെല്ലാം അത്രയേ ആയുസുള്ളൂ എന്ന് ബോധ്യപ്പെടും. സത്തയിലാണ് ഞാൻ അടക്കമുള്ള പ്രപഞ്ചം. ഒന്നും പുറത്ത് തേടേണ്ട, ഒന്നും പ്രതീക്ഷിച്ചും ഇരിക്കണ്ട. അതെല്ലാം മനസ്സിൻ്റെ കളിയാണ്. അതിനാൽ നിരീക്ഷകനെ ഉണർത്തി നമ്മളിലെ ബോധം സത്തയിലെത്തിച്ചേരണം. അത് തന്നെയാണ് സ്വാതന്ത്ര്യം. ഹരി ഓം. 18 ജൂലൈയിലെ വൃത്തത്തെ ശൂന്യതയിൽ ശരിയായ നിരീക്ഷണം സംഭവിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ചെന്നെത്താൻ പറ്റുന്നത് എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ മനോതലത്തിൽ നിന്ന് വേറൊരു രീതിയിൽ ഈശ്വരൻ നോക്കിക്കൊള്ളുന്ന ഉള്ള ആ വിശ്വാസത്തിൽ നിന്നാൽ ഉണ്ടാകുന്ന അപാകത, അതിൽ നിന്നും അപ്പോഴും ആ മനോതലത്തിൽ തന്നെ നിന്ന് അതൃപ്തനായിട്ടൊക്കെ ജീവിക്കുന്നതാണ്. അത് മറികടക്കണം എന്നുള്ള പോയിന്റാണ് ഇവിടെ ഗുരുജി വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ മനോതലത്തിൽ നിന്ന് നമ്മുടെ ചുറ്റിനും ഉള്ള വസ്തുക്കളെയും വ്യവഹാരത്തെയും ആസ്വദിച്ച് സാമൂഹികപരമായതും സാമൂഹ്യപരമായ, സാമ്പത്തിക പരമായ, മതപരമായ, മാനസികമായ, ദേശീയ പരമായ, അന്താരാഷ്ട്രപരമായ എല്ലാം ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കും. അതായത് ഇൻഫർമേഷൻ ഇഷ്ടം പോലെ കിട്ടും. എന്നിട്ട് അതിന് നമ്മൾ തന്നെ നമുക്കൊരു അതിനെക്കുറിച്ചൊരു നിലപാടും നമ്മൾ തന്നെ ഒന്ന് നമുക്കുണ്ടാവും. എങ്കിൽ ഈ ഇൻഫർമേഷന് പകരം എന്നെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ, എന്നെ പറ്റി എത്രമാത്രം എനിക്കറിയാം, മനോതലത്തിൽ നിന്ന് ഒരിക്കലും എൻ്റെ യഥാർത്ഥ അസ്തിത്വം ഒരിക്കലും അറിയില്ല എന്നതാണ് സത്യം. എങ്കിലും നമ്മൾ എല്ലാം അറിയാം എന്ന ഭാവം നടിക്കും. ഒരു നിരീക്ഷകൻ ഇല്ലാതെ ജീവിക്കുന്നു.
ഒരു ഗുരുസാമീപ്യം ലഭിക്കാതെ എന്നെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും അംഗീകരിച്ചേ മതിയാവും. അപ്പോ അത് ഇല്ലെങ്കിൽ, ആ ഒരു ഭാഗ്യം ചിലർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അവർ ആ സാധാരണ പറഞ്ഞ മറ്റേ രീതിയിൽ തന്നറിവില്ലാതെ ആയിരിക്കും ജീവിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യമൂടെ അവര് വേറെ ഒരു പിന്നെ ഒരു വേ ഔട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈശ്വരൻ അത് നോക്കിക്കോളും എന്ന ഒരു മിഥ്യാധാരണയിൽ നിന്ന് പിന്നെ ആ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ നാം എല്ലാത്തിനോടും ഒരു നിലപാട് പരസ്യമാക്കും. അതായത് ഈശ്വരനെ ഏൽപ്പിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഈ നിലപാട് എവിടെ നിന്ന് ഉദിക്കുന്നു എന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. നിരീക്ഷകനില്ലാത്ത എന്നിൽ നിന്നാണ് ഈ നിലപാടുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. എൻ്റെ യഥാർത്ഥ സത്യം അറിയാതെ, അതായത് എന്നെ അറിയാതെ ആണ് ഈ നിലപാടുകളെല്ലാം സൃഷ്ടിക്കുന്നത്. ശരിയായ നിലപാടുകൾ ഉണ്ടാവണം എങ്കിൽ മനോതലത്തിൽ നിന്ന് മാറി ബോധതലത്തിലോട്ട് സഞ്ചരിച്ച് എൻ്റെ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക് എത്തണം. അല്ലാതെ ദൈവത്തിനല്ല ആ ചുമതല. അത് ഇപ്പൊ നമുക്ക് വേറെ ഒരു കാര്യത്തോട് ഓർമ്മ വരുന്നത്, നമ്മള് ഈ കാര്യം നമ്മുടെ നിരീക്ഷിച്ച് നമ്മുടെ മനസ്സിനെ ഒഴിവാക്കുന്ന അപ്പങ്ങൾ നമുക്കുണ്ടാവും. ഇത് പിന്നെ പോകാനുള്ള പ്രയാസം, അത് നിരന്തരം നമ്മളെ ഒരു ഭയം ഒറ്റയ്ക്കിരിക്കുന്നത് പോലെ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കുറെ ഭയവും വിഷമവും എല്ലാം, അതായത് മനസ്സിനെ അഴിച്ചു പണിയുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ നമുക്ക് വിഷമം ഉണ്ടാവുമെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ തന്നെ അത് അഡ്രസ്സ് ചെയ്യണം, അത് അനുഭവിക്കണം. ആ വേദന ഒക്കെ അനുഭവിച്ചാലേ ഉള്ളൂ ആ അഴിച്ചുപണി അവിടെ നടക്കുന്നത്. അതുപോലെ അപ്പം അത് വേറെ ആർക്കും ഗുരുവിന് കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല ഈശ്വരൻ സഹായിക്കുന്നില്ല. അവിടെ ആ പണി നമ്മൾ തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമുക്ക് ചുമതല ദൈവത്തിന് കൊടുക്കാൻ പറ്റില്ല. നിലപാടുണ്ടാക്കിയിട്ട് അത് പിന്നെ ഈശ്വരനല്ല അത് നോക്കുന്നത്, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ആ മനോതലത്തിൽ. പിന്നെ അടുത്ത പാരഗ്രാഫിൽ ഗുരുജി പറയുന്ന പിന്നെ അതൊരു കാര്യം, ഇത് ദൈവത്തിനെ തന്നെ പിടിച്ചതും മനുഷ്യനുണ്ടാക്കിയ ഒരു പദമാണ് ദൈവം. ദൈവം അവനെ അറിഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ ദൈവം എല്ലാത്തിനെയും, ദൈവം അത് പരമമായ ആ നമ്മുടെ സൃഷ്ടാവാണെന്ന് അവര് വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ആ ദൈവം എല്ലാത്തിനെയും നോക്കി കാണുകയുള്ളൂ നിശ്ചലമായിട്ട്. അപ്പോ ദൈവത്തിന് അതിൽ ഒരു പങ്കുമില്ല. അതില് പിന്നെ ദൈവത്തിനെയും നമ്മള് അവിടെയും നമ്മൾ ഒന്ന് ദൈവത്തിന് പങ്കുണ്ട്. ആ സുപ്രീം പവർ ആണെങ്കിൽ അതിന് ഒരു സ്റ്റേജിലെ വന്ന് നമ്മളെടുത്ത് നമ്മളത് തിരിച്ചറിയുള്ളൂ. അത് വേറെ ഒരു കാര്യം. അപ്പൊ എന്ത് പറഞ്ഞാലും അതിന് മുമ്പേ നമ്മളാണത് അതിലോട്ട് പോകണ്ടേ. അപ്പൊ ഒരുവൻ അവനെ അറിഞ്ഞാൽ ആ അറിവിൽ നിന്ന് അവന് ഗുണമുണ്ടാവുകയുള്ളൂ. അല്ലാതെ അവന്റെ ഏത് പിന്നെ സൃഷ്ടാവിന് അതിനൊരു ഗുണം ഉണ്ടാവില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ ആരാണെന്ന് അറിഞ്ഞിട്ടും അർജുനന് വിഷാദം ഉണ്ടായി. ഭഗവാൻ അർജുനന് സ്വയം അറിയുവാൻ ഉള്ള അടിസ്ഥാന അറിവ് നൽകിയ ശേഷമാണ് ഞാൻ ആര് എന്ന് അർജുനന് തെളിഞ്ഞത്. ഒരു സാധകൻ തന്നറിവ് ഉണ്ടാവണം. അവന്റെ സത്തിനെ, അതായത് ശരിയായ അസ്തിത്വത്തിനെ അറിയണം. ആ ഗുരുവിന്റെ സഹായത്തോടെ നമുക്കത് കിട്ടുള്ളൂ. എന്നെ അറിഞ്ഞാൽ മാത്രം ഞാൻ എനിക്കും മറ്റുള്ളവർക്കും ഗുണപ്പെടുകയുള്ളൂ എന്ന് ഉള്ള ഒരു ബോധം അവന് ഉണ്ടാവണം. അതാ ഗുരു ബോധ ബിന്ദുക്കൾ അവന് വരുമ്പോഴേ അത് കിട്ടുകയുള്ളൂ. അല്ലേ
അല്ലാത്ത പക്ഷം ഒരു സാധാരണ ജീവിതം മനോതലത്തിൽ നിന്ന് ജീവിച്ച് പോകാം. പക്ഷെ പിന്നെ അവനൊരു ഗൃഹനാഥനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി സ്ഥലത്തോ മറ്റുള്ളവരെ ഉണർത്തിയിട്ട് നേർവഴിക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് അവൻ തന്നെ സ്വയം ഉണരണം. അതായത് സാധാരണ ചിന്തകളും അനിയന്ത്രിത ചിന്തനവും ആവർത്തക ചിന്തനവും ഒക്കെ മറികടക്കണം. വിവേക ബുദ്ധി ഉപയോഗിക്കണം. ഇനിയും ആവർത്തന ചിന്തനവും ഉള്ളവനായാലും ഇല്ലാത്തവനായാലും നിരീക്ഷകൻ ഇവയെ നിരീക്ഷിക്കാൻ സാധിക്കണം. സ്വയം ഉണരാൻ നിരീക്ഷകനെ ഉണർത്തണം. അപ്പോൾ ഈ നിരീക്ഷകൻ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. അത് എങ്ങനെയാണെന്ന് ഈ നിമിഷത്തിലൊക്കെ ഗുരുജി നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിരീക്ഷണ പാടവം എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഗുരുജി പറയുന്നത്. അത് ബഹിർമുഖത്തിൽ അല്ല വേണ്ടത്, ആ തലത്തിലല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. എങ്കിൽ അതേ എക്സലൻസ് ഇൻവേർഡ് കീൻ ഒബ്സർവേഷനും വിറ്റ്നസിങ്ങിനും ബഹിർമുഖത്തിലല്ല അന്തർമുഖത്തിൽ ഇതേ നിരീക്ഷണ പാടവം നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെയാണ് സാധകർക്ക്, അതാണ് കൂടുതൽ സാധകർക്ക് അത്യാവശ്യം. ഈ നിമിഷത്തിൽ നിന്ന് ധ്യാനാത്മക മനസ്സൊക്കെ വളർത്തിയെടുത്തിട്ട് ആ പൂർണ്ണ ഇൻവോൾവ്മെന്റില് അവന്റെ ധ്യാനാത്മക മനസ്സിലും വിവേക ബുദ്ധിയിലും നിന്ന് നിരീക്ഷകനെ നിരീക്ഷകൻ നിരീക്ഷിക്കാനും അനുവദിക്കണം. അത് ശരിയായ ആ നിരീക്ഷണം, ഫുൾ ഇൻവോൾവ്മെന്റ് തുടർച്ചയായിട്ട് പോകുന്നതും അത് ഒരു കലയാണ്. ആ ശരിയായ നിരീക്ഷണം അത് സംഭവിച്ചാൽ ഒരുവനിൽ ഒരേ സമയത്ത് ജ്ഞാനമുണരും, സ്വതന്ത്രനാകും, പ്രണയത്തെ അറിഞ്ഞു തുടങ്ങും. ഇത് മൂന്നും സംഭവിക്കും. ശരിയായ നിരീക്ഷണം സംഭവിച്ചാൽ ഒരുവനിൽ ഒരേ സമയത്ത് ജ്ഞാനമുണരും, സ്വതന്ത്രനാകും, പ്രണയത്തെ അറിഞ്ഞും തുടങ്ങും. നിരീക്ഷകൻ ഇല്ലാതെ ബാഹ്യ കഥകളിലും സങ്കല്പങ്ങളിലും തന്നെ അറിയാതെ ഒരു അതൃപ്തനായി ജീവിക്കും. തന്നറിവിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. പുറത്തു നോക്കി എന്തിലോ വിശ്വാസം പുലർത്തി അതിനെ സ്തുതിച്ച് അത് രക്ഷിക്കാൻ വരും എന്നതൊക്കെ മിഥ്യാധാരണയാണ് എന്ന് മനസ്സിലാവും. തന്നറിവ് വരുമ്പോഴേ ആ ബോധവികാസമൊക്കെ ആവുമ്പോഴേ അതൊക്കെ ആ ധാരണകൾ, മിഥ്യാധാരണകൾ അങ്ങ് മാഞ്ഞു പോവും. നിരീക്ഷകൻ ഉണർന്ന് അതിൽ തുടർച്ചയായി നിൽക്കുമ്പോൾ ആത്മബോധം എപ്പോഴെങ്കിലും പ്രകാശിക്കും. അപ്പോൾ അറിയും നാം സത്തയിൽ ആണെന്ന്. അതിൽ എത്തിച്ചേരുന്നതാണ് സ്വാതന്ത്ര്യം. അത് എല്ലാ ആത്മാന്വേഷികൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയും. ഹരിയും. നമ്മൾ മനസ്സിനോടൊപ്പം നിലനിൽക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകളായിക്കോട്ടെ, അപ്പം അതിൽ തന്നെ ശരിയും തെറ്റും. പിന്നെ നമ്മുടെ ദൈനംദിന ചിട്ടകൾ, ഇപ്പം നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ, വീട്ടിലെ നമ്മൾ, അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ പോകുന്നത്, നമ്മളെക്കുറിച്ച് തന്നെ ഉള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇതല്ലല്ലോ, ശരിക്കും ഇതല്ലല്ലോ.
അതായത് ഒരു ഫോൾസ് ഐഡൻറ്റിറ്റിയിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. മനസ്സിനൊരു ദുഃഖം വന്നാൽ നമ്മൾ ഭഗവാനെ കുറ്റം പറയും. സന്തോഷം കിട്ടിയാൽ അത് എൻ്റെ സന്തോഷം, ഞാൻ നേടിയെടുത്ത സന്തോഷം. നമ്മൾ മുഖം മൂടി അണിഞ്ഞാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നതെല്ലാം ഒരു മുഖംമൂടിയിൽ കൂടിയാണ്. അപ്പം ആ മുഖംമൂടി ആയിട്ടുള്ള എന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ മനോതലത്തെ അറിയാതെ അപ്പം ഈ വക വ്യാഖ്യാനങ്ങളും ഇൻ്റർപ്രിട്ടേഷൻസും കാഴ്ചപ്പാടും ഒന്നും ഒരു പ്രയോജനം ചെയ്യില്ല. അതായത് ഇപ്പോഴത്തെ മനോതലം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എന്തും ചെയ്യുന്നതെന്തും കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഈ ഫോൾസ് ഐഡൻറ്റിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ഫോൾസ് ആയിരിക്കും, ശരിയായിട്ടുള്ളതല്ല. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയണം, നമ്മളെ അറിയുക. അപ്പം അതിന് നിരീക്ഷകൻ ഉണരണം. അത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഒരു ഡ്യൂട്ടിയാണത്. നിരീക്ഷകനെ ഉണർത്തുക എന്നുള്ളത് ഒരു സാധകൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു, നമ്മളാണല്ലോ ജീവിക്കുന്നത്. അപ്പം നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ നിരീക്ഷകനെയാണ്. അല്ലാതെ ശരിക്കും നമ്മളൊരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങളെ നമുക്ക് കൂട്ടുപിടിച്ചാൽ എന്ത് കിട്ടില്ല? ഒരു രക്ഷ കിട്ടില്ല. അവരൊന്നും രക്ഷിക്കില്ല, സങ്കല്പങ്ങളൊന്നും നമ്മളെ രക്ഷിക്കില്ല. സങ്കല്പങ്ങൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടാണ്. മനസ്സിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടത് മാത്രമാണ് ഈ സങ്കല്പങ്ങൾ. മനസ്സിൻ്റെ പിടിയിൽ നിന്നും മോചനം ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ അസ്തിത്വം ബോധ്യപ്പെടുകയുള്ളൂ, ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. മുഖം മൂടി അണിഞ്ഞ നമ്മളെ കളഞ്ഞാൽ മാത്രമേ നമ്മളുടെ യഥാർത്ഥ സൗന്ദര്യം എന്താണെന്നുള്ളത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ആസ്വാദനം നമുക്ക് ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരിലും സ്വാഭാവികമായിട്ടത് സംഭവിക്കും. അപ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. മനസ്സിനോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ ചിന്തകളുടെ ഒരു കോട്ട കെട്ടിപ്പടുത്തിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ ഒരു പ്രയോജനവും നമുക്കും ഉണ്ടാവില്ല, നമ്മുടെ കൂടെയുള്ളവർക്കും കിട്ടില്ല. ഈ കോട്ടകളെല്ലാം ഒരു സമയത്ത് തകരും. അപ്പം അതിലേക്ക് നമ്മൾ തന്നെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയല്ലേ നല്ലത്. അപ്പം നിരീക്ഷകനെ ഉണർത്തി ചിന്തയ്ക്കപ്പുറം സഞ്ചരിക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു വഴി. അതേ ഉള്ളൂ ഒരു സാധകൻ്റെ വഴി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഈ ഒബ്സർവേഷൻ. എല്ലാത്തിനെയും ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം, അങ്ങനെ വേണം നമുക്ക് ജീവിക്കാൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം എങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്? നമ്മൾ അവൻ്റെ മനസ്സിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയും അല്ലെങ്കിൽ ആശയങ്ങളിൽ കൂടിയല്ല ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഞാൻ എല്ലാത്തിനെയും ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒബ്സർവേഷൻ സ്വന്തം മനസ്സിൻ്റെ പ്രഭാവത്തിൽ കുടുങ്ങി ചെയ്യുന്നതല്ലേ, സ്വന്തം ഭാവനയിൽ കൂടി കണ്ട കാഴ്ചകളാണ്. അതിലൂടെയാണ് നമ്മൾ ഒബ്സർവേഷൻ ചെയ്തു എന്ന് പറയുന്നത്. അതാണ് സത്യം. യഥാർത്ഥത്തിലുള്ള ഒബ്സർവേഷൻ അല്ല അവിടെ ചെയ്തത്, യഥാർത്ഥത്തിലുള്ള നിരീക്ഷണമല്ല അവിടെ നടത്തിയത്. നിരീക്ഷണം സ്വതന്ത്രമായിട്ട് സംഭവിക്കേണ്ടതാണ്. ഒന്നിലും ഒട്ടലില്ലാതെ സ്വാഭാവികതയിൽ നടക്കുന്നതാണ് നിരീക്ഷണം. അത് ഈ നിമിഷത്തിലേ സംഭവിക്കൂ. അപ്പം അത് സംഭവിക്കണമെങ്കിൽ നിരീക്ഷകൻ ഉണരണം. നിരീക്ഷകൻ ഉണർന്നാലേ ആ നിരീക്ഷണവും സംഭവിക്കുകയുള്ളൂ, ഒട്ടലില്ലാത്ത നിരീക്ഷണം. ഇതുവരെ നമ്മൾ കരുതിയിരുന്ന നിരീക്ഷണം മനസ്സിൻ്റെ ആയിരുന്നു. അത് തിരിച്ചറിയണം. നമുക്കൊരു വിഷമം ഉണ്ടായി, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എവിടെ നിന്നാണ് കിട്ടുക? ആ വിഷമത്തിൻ്റെ കാരണത്തെ കണ്ടെത്തുമ്പോഴല്ലേ സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പം അവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്? ആ വിഷമം നമ്മൾ
നമ്മുടെ ഒരു സങ്കല്പമായിരിക്കാം. ഒരു ഈശ്വര സങ്കല്പത്തോടോ അല്ലെങ്കിൽ ഗുരുവിനോടോ നമ്മൾ സഹായിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അപ്പം ഗുരു എന്ത് പറയും? നീ നിൻ്റെ ആ വിഷമത്തിനുള്ള കാരണത്തെ മനസ്സിലാക്കുമെന്നല്ലേ പറയുള്ളൂ. അല്ലാതെ ആ പ്രോബ്ലം സോൾവ് ചെയ്യല്ലല്ലോ, സൊല്യൂഷൻ പറഞ്ഞു തരികയാണ്. സൊല്യൂഷൻ പറഞ്ഞു തരുമ്പോൾ നമ്മളാണത് കണ്ടുപിടിച്ച് വർക്ക് ചെയ്ത് അതിനെ മാറ്റിയെടുക്കേണ്ടത്. അങ്ങനെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് വിഷമം വന്ന് ഈശ്വരൻ എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞ് മിണ്ടായിരുന്നാലോ, നമ്മൾ അവസാനം കുറ്റം പറയുന്നത് ഈശ്വരനെ തന്നെയായിരിക്കും. ആ സത്യത്തെ തന്നെ നമ്മൾ കുറ്റം പറയും. ഇത്രയും വിശ്വസിച്ചിട്ടും എനിക്കിത് സംഭവിച്ചല്ലോ എന്ന് നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഒരിക്കലും കിട്ടില്ല. നമ്മുടെ തന്നെ ബോധമാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ നിരീക്ഷകൻ ഉണർന്നാൽ മാത്രമേ ബോധത്തിന് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. കാരണം നിരീക്ഷകനും ബോധവും സ്വതന്ത്രനാണ്. മനസ്സിന് എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ എത്തിപ്പെടാൻ സാധിക്കാത്തടത്ത് നിൽക്കുന്ന സത്യമാണ് ഇത് രണ്ടും. ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ നിരീക്ഷകൻ നയിക്കുന്നത്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് മനസ്സ് സൃഷ്ടിക്കുന്ന വ്യാഖ്യാനങ്ങളെ കുറിച്ചും നിലപാടുകളെ കുറിച്ചുമാണ് ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ പ്രധാനമായും പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടെല്ലാം നിരീക്ഷിക്കുന്നു. മനസ്സിന്റെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ കൈകൊള്ളും. പലതരം ആശയങ്ങളും സൃഷ്ടിച്ച് നമ്മുടെ നിലപാടുകൾ ശരിയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ മനോതലത്തിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് അവരെ വിമർശിക്കാനും ഉപദേശിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. ഇതെല്ലാം മനോതലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓരോരുത്തരുടെയും മനോതലം അവരുടെ ഗുണങ്ങൾ, വാസനകൾ എന്നിവയനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ പറ്റി വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. കാരണം മനസ്സ് ഒരാളുടെ മനോതലമായിരിക്കില്ല മറ്റൊരാളുടേത്. അപ്പം മനസ്സിനെ ഒരിക്കലും നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആശയമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം മനസ്സെന്ത് ചെയ്യുന്നു? മനസ്സ് അതിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അതിരുകൾ സൃഷ്ടിക്കുന്നു. നമ്മൾ അതിൽ കഴിഞ്ഞുകൂടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒന്നിനെയും നിഷേധിക്കാതെ അല്ലെങ്കിൽ നിഷേധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യാതെ എല്ലാത്തിനെയും സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുവാനാണ് ഗുരുജി ഉപദേശിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് നിഷേധിക്കുകയോ നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യാതെ സാക്ഷിഭാവത്തിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു ഹൃദയ വിശാലത വേണം. എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനുള്ള ആ ഒരു ഹൃദയ വിശാലത വേണം. എങ്കിൽ മാത്രമേ ഈ മനസ്സിന്റെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. അപ്പൊ ചുറ്റുമുള്ള എല്ലാത്തിനെയും നിരീക്ഷിക്കുന്ന നമ്മളെ നിരീക്ഷിക്കുവാൻ താല്പര്യം കാണിക്കുന്നില്ല. കാരണം നമ്മൾ പലതിനെ കുറിച്ചും അറിയാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളെ കുറിച്ച് തന്നെയാണ്. പക്ഷെ അതിന് നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല. മാത്രമല്ല, നമ്മളാണ് ശരിയെന്ന് നമ്മുടെ മനസ്സ് പറയുന്നു, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പൊ മനസ്സ് പറയുന്നത് എന്താണോ അത് ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ കണ്ടും കേട്ടും അറിഞ്ഞതിനെ അതേപടി വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനാണ് മനസ്സ് ഇഷ്ടപ്പെടുന്നത്. അത് ചില ധാരണകൾ നമ്മളിൽ സൃഷ്ടിക്കുന്നു. അത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നു. അപ്പോൾ നമ്മൾ സ്വയം നിരീക്ഷിക്കുവാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഇവിടെ ഗുരുജി തുടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ സ്വയം നിരീക്ഷിക്കുവാൻ തയ്യാറാവാത്തത് മനസ്സിനെ നിരീക്ഷിക്കാൻ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിന്റെ ഇഷ്ടത്തിനൊത്താണ് നമ്മൾ നീങ്ങുന്നത്. അപ്പൊ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിനെ ഈ നിമിഷത്തിൽ നിന്ന് നിരീക്ഷിക്കണമെങ്കിൽ മനസ്സ് ചലിക്കാതിരിക്കണം. അപ്പൊ മനസ്സിനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പൊ അത് കാരണം നമ്മൾ ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരും. ഇതെല്ലാം ഈ മനസ്സിന്റെ സ്വാധീനം കൊണ്ട് നടക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നിരീക്ഷിക്കുന്നതിന് പകരം മനസ്സിനെ നിരീക്ഷിക്കുവാൻ യഥാർത്ഥ നിരീക്ഷകനെ ഉണർത്തണം. അതിന് സാധനയിലൂടെ ധ്യാനാത്മക മനസ്സ് സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മൾക്ക് കഴിയണം. ഇപ്പൊ ഗുരുജി ഇതിൽ പറയുന്നുണ്ട്, നിരീക്ഷണം നടക്കുന്നുണ്ട്, പക്ഷെ അത് മനസ്സാണോ നിരീക്ഷിക്കുന്നത്, യഥാർത്ഥ നിരീക്ഷകനാണോ നിരീക്ഷിക്കുന്നത് എന്നെങ്കിലും നമ്മൾ അതെങ്കിലും നമ്മൾ വിവേചിച്ചറിയണം എന്ന് ഗുരുജി ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഉദാഹരണമായിട്ട് ഗുരുജി ഇവിടെ രാവണന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നല്ല പാണ്ഡിത്യവും സമ്പത്തും അതോടൊപ്പം തന്നെ പല യുദ്ധതന്ത്രങ്ങളും അറിയാവുന്ന രാവണൻ തന്റെ ബലഹീനതകളെ നിരീക്ഷിച്ചറിഞ്ഞില്ല. രാവണനിലെ അഹം അതിനെ അനുവദിച്ചില്ല. ശരിക്കും രാവണന്റെ ശത്രു രാവണന്റെ മനസ്സ് തന്നെയായിരുന്നു. അതുപോലെ നമ്മുടെയും പ്രധാന ശത്രു നമ്മുടെ മനസ്സ് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെ ദൈവത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈശ്വരൻ എല്ലായിടത്തും സർവവ്യാപിയാണ്, അഖണ്ഡ ബോധ ചൈതന്യമായിട്ട് നമ്മുടെ ഉള്ളിലും സർവ പ്രപഞ്ചവും കടന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പം ദൈവത്തിലേക്ക് നമ്മള് ആ ബോധതലത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്, അല്ലാതെ ദൈവം ഇങ്ങോട്ട് വന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു ചിന്ത അത് വ്യർത്ഥമാണ് എന്നുകൂടി ഇവിടെ പറയുന്നു. കാരണം ദൈവമല്ല, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, സർവവ്യാപിയാണ്. അപ്പൊ ആ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയുക, ആ സാധന വഴി ആ തിരിച്ചറിവ്, നമ്മളെന്താണ്, നമ്മുടെ ആത്മാവ് എന്താണ്, ആത്മാവ് സ്വരൂപം എന്താണ് എന്ന് നമ്മൾ സ്വയം തിരിച്ച് അറിയുകയാണ് വേണ്ടത്. അതാണ് നിരീക്ഷകൻ ചെയ്യുന്നത്. അതിന് നിരീക്ഷണത്തിന് അനുവദിക്കുവാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ ജ്ഞാനാത്മക മനസ്സാക്കി മാറ്റുകയാണ് വേണ്ടത്. അതിന് ഒരു ഗുരുവിനെ ലഭിക്കണം. ഗുരുജി എപ്പോഴും മനസ്സിനെ നിരീക്ഷിച്ച് അതിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനുള്ള അറിവുകളാണ് നമ്മൾക്ക് പകർന്നു തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നിത്യസാധന ചെയ്ത് വിവേകബുദ്ധിയുടെ സഹായത്താൽ മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കിയാൽ നിരീക്ഷകനെ ഉണർത്തുവാൻ കഴിയും. അപ്പൊ നമുക്ക് മനസ്സിനെ മിത്രമാക്കി എടുക്കാം. ശത്രുവായി നിൽക്കുന്ന മനസ്സിനെ നമുക്ക് തന്നെ മിത്രമായി ഈ സാധന വഴി മാറ്റിയെടുക്കാനും കഴിയും. അപ്പോ മറ്റൊരു കാര്യം ഇവിടെ ഗുരുജി പറയുന്നത്, ഈ ഗുരു പകർന്നു നൽകുന്ന അറിവുകൾ മനനം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ആണ് സാധകനിൽ ബോധവികാസം ഉണ്ടാകുന്നത്. ബോധവികാസം ഒരു പ്രധാന ഇതാണ്, വഴിത്തിരിവാണ് സാധകന്റെ ജീവിതത്തിൽ. കാരണം മനോബലത്തിൽ തന്നെ നിന്നാൽ ആ സാധകന്റെ യാത്ര മുന്നോട്ട് നീങ്ങില്ല. അപ്പൊ ബോധവികാസത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ഗുരു പകർന്ന അറിവുകൾ മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ നിരീക്ഷകൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഗുരുജി ഇവിടെ വിവരിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ കാഴ്ചപ്പാടുകളും ഒക്കെ കുറെയൊക്കെ മാറി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഉണർന്നിരിക്കുന്നു, ചിലപ്പോൾ സ്വപ്നം കാണുന്നു, ചിലപ്പോൾ ഉറങ്ങുന്നു. എന്നാൽ ഈ ഉണർന്നിരിക്കുന്നവനും സ്വപ്നം കാണുന്നവനും ഉറങ്ങുന്നവനും നിലനിൽക്കുന്നത് സത്തയിലാണ് എന്ന ബോധതലത്തിൽ എത്തണമെങ്കിൽ അവിടെ നിരീക്ഷകൻ ആവശ്യമാണ്. നിരീക്ഷകൻ ഉണരാതെ ആർക്കും ആത്മസാക്ഷാത്കാരം നേടുവാൻ കഴിയുന്നതല്ല. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഒരു പൂവ് കാണുന്നു എന്ന് കരുതുക. ആ പൂവിൽ നിന്നുള്ള പ്രകാശം കണ്ണുകളിലൂടെ ഉള്ളിലെത്തി ബോധത്തിന്റെ സഹായത്താലാണ് നമുക്ക് അതിനെ കാണുവാൻ കഴിയുന്നത്. അപ്പൊ കണ്ണുകൾ പൂവിനെ കാണുമ്പോൾ നിരീക്ഷകൻ ആ ബോധത്തെ കാണും. എല്ലാ അനുഭവങ്ങളും അറിയുന്നത് ബോധത്തിലാണ്. എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കുന്നതും ആ ശുദ്ധ ബോധം തന്നെയാണ്. അപ്പൊ ബോധത്തിന്റെ പൂർണ്ണ വികാസം സംഭവിക്കേണ്ടത് അവന്റെ ഉള്ളിൽ തന്നെയാണ്. അതാണ് ആ സ്വാതന്ത്ര്യം എന്ന് ഗുരുജി ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. ആ പൂർണ്ണ ബോധവികാസം സംഭവിക്കുമ്പോഴാണ് അവൻ എല്ലാ പരിമിതികളും ലംഘിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യം, ലിബറേഷൻ അതിലേക്ക് വരുന്നത്. പക്ഷെ അതിനെ നമുക്ക് ആശ്രയിക്കാനുള്ളത് ഗുരു മാത്രമാണ്. ഒരു സാധകന് പൂർണ്ണ ബോധവികാസം ലഭിക്കണമെങ്കിൽ ആ ഗുരുവിന്റെ കൂടെ സഞ്ചരിച്ചേ മതിയാവൂ. ഗുരു പറയുന്ന സാധനങ്ങളും എല്ലാ കാര്യങ്ങളും അനുഷ്ഠിച്ചേ മതിയാവും.
അപ്പോൾ ഈ മനോതലത്തിൽ നിന്ന് വരുന്ന ചിന്തകളെയും വിവേകബുദ്ധിയുടെ പിൻബലത്താൽ ഉയർന്ന ബോധതലത്തിൽ നിന്നും വരുന്ന ചിന്തകളും സാധകന് നിരീക്ഷിച്ചറിയുവാൻ കഴിയണം. ശരിയായ നിരീക്ഷണം സാധകനിൽ സംഭവിച്ചാൽ ഒരേ സമയം ജ്ഞാനം ഉണരുകയും സ്വതന്ത്രനാവുകയും ചെയ്യും എന്ന് ഗുരുജി ഇവിടെ വ്യക്തമാക്കി തരുന്നു. ഈ നിരീക്ഷകനെ എങ്ങനെ ഉണർത്താം എന്നാണ് നമ്മൾ സാധകൻ ഗൗരവമായി ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ വൃത്തത്തിലെ ശൂന്യതയിൽ ജ്ഞാനത്തിലേക്കുള്ള മാർഗമാണ് ഗുരുജി കാണിച്ചു തരുന്നത്. അപ്പൊ മനസ്സിനെ ശൂന്യമാക്കി ഗുരുജി പകർന്നു തരുന്ന ജ്ഞാനം മനനം ചെയ്ത് എല്ലാ സാധകർക്കും നിരീക്ഷകനെ ഉണർത്തുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം.